എന്താ 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 പറയാ അല്ല എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾ കരഞ്ഞു പോകും. അവള് മടിക്കുക. കാര്യങ്ങൾ വളരെ പക്കയായിട്ട് ചെയ്യും. എല്ലാം വളരെ ഇതായിട്ട് ചെയ്യുന്നതാണ്. എൻ്റെ കല്യാണമാണെന്നുള്ളത് എനിക്ക് റിയലൈസ് പോലും ചെയ്യാൻ പറ്റിയില്ല. കസിൻസൊക്കെ വരിക, വീട്ടിൽ ഫുൾ ബഹളം, നല്ലൊരു ഓളത്തിലാണ്. ഇന്ന് രാവിലെയാണ് ഒന്നിൻ്റെ കല്യാണമാണ്. ഫുൾ കംപ്ലീറ്റ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഞാൻ ചുമ്മാ പോയി കല്യാണമൊക്കെ കഴിച്ചിട്ട് വരാം. ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ ലൈക്ക് ഞങ്ങളുടെ കസിൻ സിസ്റ്റർ ആണെന്ന് ഒരു പേര് മാത്രമേ ഉള്ളൂ. ഞങ്ങളെ സ്വന്തം ചേച്ചിയെ പോലെയാണ്. ലൈക്ക് ഒരുമിച്ച് കൂടെ കളിച്ച് വളർന്നിട്ട് ലൈക്ക് അത്രയും ക്ലോസ് ആണ്. പിന്നെ ചേച്ചി എന്താ പറയാ, ചേച്ചിയെ പറ്റി പറയുമ്പോൾ ആദ്യം വരാ ചേച്ചി ഭയങ്കരമായിട്ട് സംസാരിക്കും. ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അതാണ് വായ അടക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് അധികം പണിയെടുക്കില്ല. അതെ, നമ്മൾ ഇത്രയും ദിവസം കാത്തിരുന്ന ദിവസമായിരുന്നു ഇത്. അതെ. കണ്ടിട്ട് പറയൂ. അച്ഛൻ ഒരു റിയാക്ഷൻ വീഡിയോ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് നിങ്ങളൊന്ന് ഇടുവോ? കണ്ടിട്ട് 10 തൊട്ട് കണ്ടിട്ട് കുട്ടി അതുണ്ടാ. കുട്ടികളിൽ വെച്ചിട്ട് മിടുക്കത്തി കുട്ടിയാണ് ശ്രീലക്ഷ്മി. ശ്രീയും ഒരേ കൂട്ടാണ്. അവര് പറയുമ്പോൾ എനിക്ക് അത്രയും സന്തോഷമാണ്. അമ്മൂന്നാണ് ഞങ്ങൾ വിളിക്കാട്ടോ. ഞങ്ങളെ സ്വർണ്ണ കട്ടയാണ് അവള് പറഞ്ഞാൽ വാക്കുകളില്ല, അത്രയും നല്ലൊരു കുട്ടിയാണ്. ഞാൻ ശരിക്കും ശ്രീന്റെ ഫ്രണ്ടാണ്. പക്ഷെ ഒരിക്കലും അവള് ഞാനൊരു ഫ്രണ്ടായിട്ടുള്ളൊരു ബോണ്ടേ അല്ല. ഞങ്ങൾ ഫാമിലിയായിട്ടും ഭയങ്കര ക്ലോസ് ആണ്. എനിക്ക് ജനിക്കാതെ പോയ എന്റെ സ്വന്തം സഹോദരിയാണ് ശ്രീ. അവളുണ്ടെങ്കിൽ ഒരു ഓളുണ്ട്, അവളില്ലെങ്കിൽ ഒന്നുമില്ല. ഞങ്ങൾ ഒത്തിരി എക്സൈറ്റഡ് ആണ്. രാവിലെ ഓൾ ദി വെരി ബെസ്റ്റ്. അവളെല്ലാറ്റിലും വളരെ മിടിമിടിക്കുകയാണ്. പഠിക്കാനായാലും ഒരാളോട് സംസാരിക്കാനായാലും എല്ലാം. ഞാൻ അങ്ങനെ ഓമനിച്ച് വളർത്തിയ കുട്ടികളാണ്. എന്തായാലും കുട്ടിക്കാലത്ത് നല്ല പിടിവാശിക്കാരായിരുന്നെങ്കിലും പിന്നെ വലുതായപ്പോൾ അവള് ഏറ്റവും നല്ല സ്മാർട്ടായിട്ടുള്ള കുട്ടിയായിട്ട് മാറി. സർവലോകാധാര സമരൈകധീര ഗർവമാനസദൂര കനകാകധീര. ஆசை முகம் குழலாட பாவை தவம் உனக்காக நாடி வரும் நிழலாக துணையாக.
ശ്രീലക്ഷ്മിയെ കല്യാണം കഴിക്കാൻ പോണ ആള് രാഹുലിനും പിന്നെ ശ്രീലക്ഷ്മിക്കും എല്ലാ നന്മകളും നേരാൻ ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. അവർ എല്ലാ കാലത്തും ഐശ്വര്യമായിട്ട് സുഖമായിട്ട് ഇരിക്കട്ടെ. ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ.